നമസ്കാരം. കോതമംഗലം കള്ളാട് സ്വദേശിയും 7ാം ക്ലാസ് വിദ്യാർത്ഥിയുമായിരുന്ന അഭിമന്യുവിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് പരക്കെ സംശയം. അഭിമന്യുവിന്റെ ജീവൻ എടുത്തത് രോഗാവസ്ഥയായിരിക്കാമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. സ്കൂൾ ബാഗിന്റെ ഭാരമാകാം മരണത്തിന് കാരണമെന്ന വാദഗതികളും സജീവമായിട്ടുണ്ട്. വീഴ്ചയിൽ കല്ലിൽ തലയിടിച്ചോ മറ്റോ ബോധം നഷ്ടപ്പെട്ടിരിക്കാമെന്നും ഇതേ തുടർന്ന് വെള്ളം ഉള്ളിൽ ചെന്നതാവാം മരണത്തിന് വഴിതെളിച്ചതെന്ന വാദഗതികളും ശക്തം. കൃത്യമായ വിവരം ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഈ മാസം 12-ന് വൈകിട്ട് 4:45 വീട്ടിൽ നിന്നും കഷ്ടി 200 മീറ്റർ മാത്രം അകലെയുള്ള ഇടുങ്ങിയതും 3 അടിയോളം മാത്രം ആഴമുള്ളതുമായ കനാലിലാണ് കള്ളാട് പരേതനായ കീഴേത്തുകുടി ബിനോജിന്റെ മകൻ അഭിമന്യുവിനെ അനക്കമറ്റ നിലയിൽ കണ്ടെത്തുന്നത്. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരും വഴി കാൽ വഴുതി കനാലിൽ അകപ്പെടുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന സ്ത്രീ കനാലിന് സമീപത്തെ കൂട കിടക്കുന്നത് കണ്ട് അടുത്തെത്തി നോക്കുമ്പോഴാണ് വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ അഭിമന്യുവിനെ കാണുന്നത്. ഇവർ അറിയിച്ചത് പ്രകാരം ഓടിക്കൂടിയ നാട്ടുകാരും പോലീസും ചേർന്ന് ഉടൻ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ടെത്തുമ്പോൾ അഭിമന്യുവിന്റെ പുറത്ത് സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു. ബാഗിന്റെ ഭാരവും വീണതിന്റെ ആഘാതവും കൂടിയായപ്പോൾ കുട്ടിക്ക് എഴുന്നേൽക്കാൻ പറ്റാതായിരിക്കാമെന്നും കമിഴ്ന്നു വീണതിനാൽ വെള്ളം കുടിച്ചതായിരിക്കാമെന്നും മറ്റുമുള്ള സംശയവും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നുണ്ട്. മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അഭിമന്യുവിന് പനിയുണ്ടായിരുന്നു എന്നും ഇതേ തുടർന്നുള്ള അസ്വസ്ഥതകൾ മൂലം തലകറക്കമോ മറ്റോ ഉണ്ടായിരിക്കാമെന്നും ഇതായിരിക്കാം കുട്ടി കനാലിൽ അകപ്പെടുന്നതിന് കാരണമായതെന്നും മറ്റുമുള്ള വാദഗതികളും ശക്തിപ്പെട്ടിട്ടുണ്ട്. എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും സംഭവിച്ചത് എന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് വിശദമാക്കി. M4 മലയാളം, കോതമംഗലം.